ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനാണ് ഇത്. അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഉത്തർപ്രദേശിലേക്കാണ്. ഉത്തർപ്രദേശിൽ വൃന്ദാവനം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞങ്ങൾ ഒരു വൈകുന്നേരം അങ്ങനെ ഒരു 3 മണി അങ്ങനെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഡൽഹിയിൽ നിന്നും ഒരു 3 മണിക്കൂർ യാത്രയുള്ളൂ നമുക്ക് ഉത്തർപ്രദേശിലേക്ക്. അപ്പോൾ നമ്മുടെ ഉത്തർപ്രദേശിലുള്ള വൃന്ദാവൻ അവിടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഉത്തർപ്രദേശിലെത്തി, അവിടെ എത്തി കേട്ടോ. സന്ധ്യ ആകുമ്പോഴേക്കാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ ഇന്ന് എന്തായാലും അധികം ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ഒരു ടാക്സി വിളിക്കുകയാണ്. ടാക്സി കാരൻ നമ്മളെ കൊണ്ടുപോകുന്നത് ഗോകുലം കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ നമുക്കിവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും ഈ സ്ഥലത്തെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിട്ടൊക്കെ വരും. നമ്മൾ കൂടുതലും നമുക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടം വരെ നമ്മൾ വീഡിയോ എടുക്കാൻ അവിടുന്ന് അതിനങ്ങോട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ശ്രീകൃഷ്ണൻ്റെ ജനിച്ച സ്ഥലവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവർ കാണിച്ചു തന്നു. പിന്നെ എന്തായാലും രാത്രി നമ്മൾ എന്ത് ചെയ്തു, അധികം യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ച് നമ്മളൊരു ഹോട്ടലിൽ റൂം എടുത്തു, ഫുഡൊക്കെ കഴിച്ചു, അങ്ങനെ കിടന്നുറങ്ങി. രാവിലെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എത്തിയത് ചാർധാം, അതായത് ഇവിടെ തന്നെയുള്ള ചാർധാം എന്ന് പറയുന്ന ഒരു മന്ദിർ കാണാനാണ്. അപ്പോൾ 4 അമ്പലങ്ങളുണ്ട് ഇവിടെ. ഇതിൻ്റെ ഒന്ന് ശിവൻ്റെത്, പിന്നെ ശനിദേവൻ്റെത്, വൈഷ്ണവ മാതാ മന്ദിർ, പിന്നെ അതേപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ, അങ്ങനെ 4 ഇതിൻ്റെ മിനിയേച്ചറാണ് കേട്ടോ. ഇത്രയും സ്ഥലത്തിൻ്റെ മിനിയേച്ചറാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇതാണ് കണ്ടത്. അപ്പോൾ അത്യാവശ്യം കുറേ സമയമെടുത്ത് നമുക്കിവിടെ കണ്ടു തീർക്കാനുണ്ട്. ഓരോ മന്ദിറിൻ്റെ അകത്തും എന്താ പറയുക, അത്രയും വളരെ കാമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമുക്കിവിടെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഫീൽ ചെയ്യാം. നമുക്ക് ഒരു നൈസായിട്ടുള്ള മ്യൂസിക്കൊക്കെ കേട്ടിട്ട് അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ മന്ദിർ ആണിത്. പിന്നെ നമ്മൾ ശിവഭഗവാന്റെ മന്ദിറിൽ ഇവിടെയൊക്കെ നമുക്ക് ഇതിനൊക്കെ ചുറ്റിലുമായിട്ട് ഇവിടെയുള്ള ഈ ശില്പങ്ങൾ, അതായത് നമുക്ക് ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ് ഇവിടെ ഉള്ളത്. അതായത് നമ്മൾ കഥകളിലൊക്കെ കേട്ടും കണ്ടും അറിഞ്ഞിട്ടുള്ള പല ഭാവങ്ങൾ, പല രൂപങ്ങൾ അവരവിടെ അങ്ങനെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ പണി പൂർത്തിയാക്കി അത്രയും ഫിനിഷിങ്, അത്രയും നല്ല ഭംഗിയായിട്ടാണ് അതുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് സമയം ഇവിടെയെല്ലാം ചുറ്റിക്കറങ്ങി കാണുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഉത്തർപ്രദേശിൽ വന്നിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം ഗോകുൽ എന്ന് പറഞ്ഞിട്ട്, അതായത് പിന്നെ നമുക്ക് കുട്ടിക്കാലം ചെലവഴിച്ച ശ്രീകൃഷ്ണൻ്റെ കുട്ടിക്കാലം ജനനം ഒരു സ്ഥലത്താണ്, അതേപോലെ തന്നെ ശ്രീകൃഷ്ണൻ വളർന്നത് വേറൊരു സ്ഥലത്താണ്. അങ്ങനെ ഒരുപാട് നമുക്ക് കഥകളുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ, ആ ഒരു കഥയാണല്ലോ നമ്മളിപ്പം ഈ ഒരു സ്ഥലത്ത് നടന്നതായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അത് ശരി, നമുക്ക് ഇവിടുത്തെ ഗൈഡുകളായാലും അത് ഇവിടുത്തെ പണ്ഡിറ്റുകളായാലും അവർ പറയുന്ന അത് മാത്രമല്ലേ, പിന്നെ നമ്മൾ ബുക്കുകളൊക്കെ വായിച്ചിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഈ ഒരു സ്റ്റാച്യു എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയുണ്ട്. പിന്നെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ സ്റ്റാച്യു, കാളിയമർദ്ദനത്തിൻ്റെ എല്ലാം അതിമനോഹരമായിട്ട് നമുക്ക് ഇവിടുന്ന് ചുറ്റി കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പൂന്തോട്ടങ്ങളും അതിമനോഹരമാണ്. അത് നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എത്തിയാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത്യാവശ്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പുറത്ത് നമ്മളെ പലരും, ഇപ്പോൾ ടാക്സിക്കാരായാലും പലരും നമ്മളെ വഴി കാണിക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ടുപോകും. അതുപോലെ നമുക്ക് ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ സ്ഥലങ്ങളായാലും പല സ്ഥലങ്ങളിലും ഓരോരോ വഴിപാടുകൾ, ഇത് നിങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ ഇത് വഴിപാടുകൾ ചെയ്യാന്നൊക്കെ. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ശരിക്കും അവിടുത്തെ സ്ഥലങ്ങളെ പറ്റിയിട്ട്, അവിടുത്തെ ആളുകളെ പറ്റിയിട്ട് അറിവുണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മൾ ഇതൊക്കെ ചെയ്ത് ഇത് ഇത്ര പൈസയായി എന്ന് പറയും. അപ്പോൾ നമ്മളത് കൊടുക്കേണ്ടി വരും. മധുരയിൽ വൃന്ദാവനത്തിൽ പുരാന ഗോകുൽ എന്നും ഗോകുൽ എന്നും പറഞ്ഞിട്ട് 2 സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പുരാന ഗോകുലിലാണ് ശരിക്കും ശ്രീകൃഷ്ണൻ കുട്ടിക്കാലം ചെലവഴിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് കൂടുതൽ ആളുകൾ വിശ്വസിച്ച് ചെല്ലുന്നത്. പിന്നെ ഗോകുൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഗോകുലിലാണ് പോയത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇതുപോലെ അവർ അത്യാവശ്യം ഓരോരോ വഴിപാടുകളൊക്കെ പറഞ്ഞിട്ട് നമ്മളോടും പൈസ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ.
ഇതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ പൈസ ചിലവൊന്നുമില്ല. ഈ ഒരു മന്ദിറിൽ ഇവിടെ നമുക്ക് ഇതൊരു ഗുഹയാണ്, അതായത് ചെറിയൊരു അവർ തന്നെ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേനു കേട്ടോ. എന്തായാലും അതൊക്കെ ചുറ്റിക്കഴിഞ്ഞ് വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ പോകുന്നത് രാധാറാണിയുടെ മന്ദിരം കാണാനാണ്, അതായത് ബർസാന. അത് ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥലമായിട്ടുള്ള ഉത്തർപ്രദേശിലെ മധുരയിൽ നിന്ന് 45 കിലോമീറ്റർ ദൂരെയായിട്ടാണ് നമ്മുടെ രാധാറാണിയുടെ ജന്മസ്ഥലം. അവിടെ ബർസാന എന്ന ഗ്രാമത്തിലാണ് രാധ ജനിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ബർസാനയിലെ രാധാറാണി ക്ഷേത്രത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇവിടെ എത്തുന്ന മുതൽ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് രാധേ രാധേ എന്നുള്ള വിളികളാണ്. ഭക്തരെല്ലാവരും, ഇവിടെ എത്തുന്നവരെല്ലാവരും രാധേ രാധേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഉച്ചത്തിൽ തന്നെ, കൂട്ടമായിട്ടും ഒറ്റയ്ക്കായിട്ടും ഉച്ചത്തിൽ തന്നെ വിളിച്ച് രാധേ രാധേ എന്ന് വിളിച്ചുകൊണ്ടാണ് അവരങ്ങ് പോകുന്നത്. അങ്ങനെ നമ്മൾ ബർസാനയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കവാടത്തിൻ്റെ മുകളിൽ കണ്ടില്ലേ എഴുതിയത്, ഇതൊരു ഉയർന്ന സ്ഥലത്ത് നമ്മൾ പടികൾ കയറിയിട്ട് വേണം പോകാൻ. അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണിത്. രണ്ട് സ്ഥലത്തും ഒരുപാട് നമ്മൾ മാലകളും അതേപോലെ തന്നെ പ്രതിമകളൊക്കെ ഉണ്ട്. നമുക്കിവിടെ പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെയാണ്. നമ്മൾ താഴെ ചെരുപ്പ് ഒരു കടയിൽ ഏൽപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ സ്റ്റെപ്പുകൾ കയറി പോകാൻ. ഇതാണ് രാധാറാണിയുടെ മന്ദിർ. രാധാറാണിയെയും കൃഷ്ണനെയും ഇവിടെ നമുക്ക് കാണാം. അത് നമുക്ക് കാണണമെങ്കിൽ, അതായത് നമ്മൾ അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ, നമുക്കത് ക്ലോസ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല, എപ്പോഴും തിരക്കായിരിക്കും ഇവിടെ. ഇവിടെ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ 2 മിനിറ്റിൽ കൂടുതൽ കൃഷ്ണനെയും രാധയെയും നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും അവരത് കർട്ടൻ ഇടുന്നാണ് പറയുന്നത്. കർട്ടൻ ഇട്ട് പിന്നെ വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞ് അത് മാറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. നമ്മൾ ഒരു ദിവസത്തേക്കാണ് വന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരത്തെ ട്രെയിനിന് തിരിച്ചു പോകണം. ഇനി പിന്നെ വൈകുന്നേരം 4 മണിക്കാണ്, 4-4:30 തോന്നുന്നു, നമ്മൾ പ്രേം മന്ദിർ കൂടെ കാണണം. വൃന്ദാവനിലുള്ള പ്രേം മന്ദിറും കൂടി കാണണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഉച്ചക്കത്തെ ഭക്ഷണവും കഴിച്ച് കുറച്ച് സമയം അങ്ങനെ അവിടെ ചിലവഴിക്കണം. അപ്പോൾ തിരിച്ചു പോകുന്ന വഴി അവിടുത്തെ പൂക്കച്ചവടമാണ് കേട്ടോ. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. അവിടെ ഭജന ഇരിക്കുന്നുണ്ട് കുറേ പേര്. ഭിക്ഷാടനത്തിന് അവിടെ ഫുൾ സൈഡ്, നമ്മളെ 2 സൈഡിലും ഭിക്ഷയ്ക്കിരിക്കുന്ന ആൾക്കാരാണ്. അത് ചെറിയ കുട്ടികളും പ്രായമായവരും അങ്ങനെ എല്ലാവരും അവിടെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വഴിയിൽ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കയറി ഇറങ്ങുന്ന ആ ഒരു നടുക്ക് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും വൃന്ദാവനിൽ തന്നെ എത്തി. അവിടുന്ന് ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചു. പിന്നെ ഇനി നമ്മൾക്ക് പ്രേം മന്ദിറിൽ അവിടെ കുറച്ച് മന്ദിറുണ്ട്, അതേപോലെയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ 4:30 ആകുമ്പോൾ നമുക്ക് പ്രേം മന്ദിറിലെത്തണം. അതുവരെ നമുക്ക് ഇതുപോലുള്ള മന്ദിറിലും കൂടി കയറണം. അതായത് അവിടെ എവിടെ നോക്കിയാൽ ഇതുപോലുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രാർത്ഥനാ മന്ദിർ ഉണ്ടാവും. അങ്ങനെ ഇതാണ് നമ്മുടെ പ്രേം മന്ദിർ, ശ്രീകൃഷ്ണ ഭഗവാന്റെ മറ്റൊരു പ്രാർത്ഥനാ മന്ദിറാണിത്. അപ്പോൾ 4:30 ആകുമ്പോഴേക്കും ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗേറ്റിന് പുറത്ത് എല്ലാവരും ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അകത്തേക്ക് കയറുകയാണ്. ഇതിന് ചുറ്റിലും, ഈ ഒരു മന്ദിറിൻ്റെ ചുറ്റിലും നമുക്ക് എന്താണ് ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും ഗോപികമാരുടെയും കാളിയമർദ്ദനം, അതേപോലെ തന്നെ ഗോവർദ്ധനത്തിൻ്റെയും എല്ലാത്തിൻ്റെയും സ്റ്റാച്യു, അതായത് നമുക്കിതിന് ചുറ്റിലും അതുപോലെ നല്ല ഭംഗിയിൽ പശുക്കളുടെയും എല്ലാവരുടെയും സ്റ്റാച്യു ഇവിടെ കാണാം. ഈ സ്റ്റാച്യുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മനോഹരമായ, ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റാച്യു ആണിത്. നമ്മൾ കേട്ട കഥകളിലെ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സംഭവങ്ങളുമില്ലേ, കാളിയമർദ്ദനം, അങ്ങനെ ശ്രീകൃഷ്ണനെ ബന്ധപ്പെട്ട ഏകദേശം പ്രധാനപ്പെട്ട എല്ലാ സ്റ്റാച്യു ഉണ്ട് കേട്ടോ. ഇത് നോക്കി, ഇവിടെ നമ്മൾ ശ്രീരാമൻ അപ്പോൾ ലങ്കയിലേക്ക് നമ്മൾ പാലം ഉണ്ടാക്കുന്ന ആ ഒരു ഇതാണ് ഇവിടെ സ്റ്റാച്യു ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ കല്ലൊക്കെ വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കുന്നതൊക്കെ ആയിട്ട് ഇവിടെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇനി ഇത് നോക്കൂ, ഗോവർദ്ധന മലയുടെ ആ ഒരു വിരലിലിങ്ങനെ പൊക്കി ഒരു വിരലിൽ പിടിച്ച് നിൽക്കുന്ന ആ ഒരു കഥ നമുക്കറിയാലോ. അപ്പം അതും നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അത്യാവശ്യം ഒരുപാടുണ്ട് കേട്ടോ, നമുക്ക് ഇതിൻ്റെ ചുറ്റിലും കാണാം. ഇനി നമുക്ക് അകത്തേക്ക് കിടക്കാം. അപ്പോൾ അകത്തേക്ക് പോയാലുള്ള വ്യൂ ആണിത്. ഇതാണ് കൃഷ്ണൻ്റെയും രാധയുടെയും
വളരെ മനോഹരമായിട്ടുള്ള സ്റ്റാച്ചു തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ജഗദ്ഗുരു കൃപാലു പരിഷത്ത് ട്രസ്റ്റാണ് ഇത് പണി കഴിപ്പിച്ചതും പരിപാലിക്കുന്നതും. പൂർണ്ണമായും ഇറ്റാലിയൻ മാർബിളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 150 കോടിയോളം ചെലവഴിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി